നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്ദ്രൻ സമ്മതിക്കുകയാണെങ്കിൽ ഗോകുലിനോട് പറഞ്ഞ് ഇപ്പോഴും പ്രമാണം തിരിച്ചു കൊടുക്കാൻ പറ്റും. സത്യ വേണ്ട രഘുവേട്ട, അമ്മയുടെ പേരിലുള്ള വീടിന്റെ പ്രമാണം അത് കുറച്ചുകാലം സച്ചിസാറിന്റെ കയ്യിലിരിക്കട്ടെ. ഇത് കാലം കാത്തുവെച്ച തിരിച്ചടിയായിരിക്കും. എടാ, പ്രമാണം കൊടുത്തും പോരാതെ അവര് വക്കീലിനെ വെച്ച് ഉണ്ടാക്കുന്ന എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുക്കണമെന്നും കൂടി പറഞ്ഞാ അത് വലിയ ചതിയാ ഇന്ദ്ര. ആ സച്ചിയും മോനും കൂടി ഈ വീട് തട്ടിയെടുത്ത് നമ്മളെ പെരുവഴിയിൽ ഇറക്കും. അത് മാത്രമല്ല, നല്ലവെള്ള ചമഞ്ഞ് ആ രഘുവും കൂടെ നിൽക്കുക. എടാ, അതിന് നീ വീണ് പോകരുതേ ഇന്ദ്ര. ഞാൻ പിന്നെ എന്ത് വേണമെന്ന് അമ്മ പറയുന്നേ? 5 ദിവസത്തിനകം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതിയൊക്കെ മാറും. അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നേരിടേണ്ടിയും വരും. ഞാൻ ഒപ്പിടാത്തോണ്ട് നിനക്ക് ഇനി ഒരു കുഴപ്പം വരണ്ട. നീ നിന്റെ അനിയനെ അനിയത്തിയൊക്കെ ആദ്യം ഒപ്പിടിപ്പിക്കേ. അവര് ഈ സ്വത്തിന് അവകാശികളാണല്ലോ. അവര് വരാതിരിക്കില്ല. അമ്മ സമ്മതിക്കുകയാണെങ്കിൽ അവരോട് സംസാരിക്കാന്ന് വെച്ചാ. നാളെയോ മറ്റന്നാളോ ഒന്ന് സൈൻ ചെയ്യാന്ന് രഘുവിനെ വിളിച്ച് പറയാലോ. എനിക്ക് പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്ദ്ര. പിന്നെ ഒന്നുകൂടി നീ ആലോചിക്കണം. പലിശ ഇരട്ടിയാ, അതായത് മാസം 1.5 ലക്ഷം രൂപ. ഇതൊക്കെ നിന്നെ കൊണ്ട് താങ്ങുന്നൂടി നോക്കണ്ടേ ഇന്ദ്ര? വേറെ വഴിയില്ലമ്മേ. അഭിമാനത്തോടെ ജീവിക്കണമെങ്കിൽ അത് നമ്മൾ കൊടുത്തേ പറ്റൂ. 20 ലക്ഷത്തിന്റെ ഒരു ചിട്ടിയുണ്ട്. അടുത്ത മാസമോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത മാസമോ ആ ചിട്ടി ലേലത്തിൽ പിടിച്ച് മുഴുവൻ കടവും വീട്ടാം. അതായത് 2 മാസം കൊണ്ട് നിന്റെ 3 ലക്ഷം രൂപ സച്ചിയുടെയും മോന്റെയും പോക്കറ്റിൽ വീഴുമെന്നർത്ഥം. കൊള്ളാം.